നാജിലിൻ്റെയും റെനിൻ്റെയും ഒരുപാട് കാലത്ത് ആഗ്രഹം കേട്ടോ. ഒരു റിസോർട്ട് പോവുക, അവിടെ താമസിക്കാൻ നോക്കാം. പല സാഹചര്യങ്ങളിൽ ഒരു സാധാരണക്കാരൻ നിലനിൽക്ക് പെട്ടെന്ന് എനിക്ക് കഴിയാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞവരോട് നമുക്ക് പോവാം, നല്ല മഴക്കാലത്ത് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം റിസോർട്ടിലേക്ക് അങ്ങോട്ടാണ് പോകുന്നത് അറിയാമോ? കുറേ ദൂരത്തേക്കൊന്നുമല്ല, നമ്മളെ കൊടുവള്ളി ഉണ്ടല്ലോ, കൊടുവള്ളി നെടുമല KRF റിസോർട്ട്. കാടും മലയും മഴയും ഒക്കെ താണ്ടി എനിക്കിന്ന് മഴ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രകൃതിയിൽ മഴ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ മഴ അങ്ങനെ ചാറ്റൽ മഴയും കൊണ്ടിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതാ KRF എത്തിക്കുക കേട്ടോ. അങ്ങനെ KRF എത്തി. അവിടുത്തെ കാഴ്ചകൾ ഇപ്പം തന്നെ നല്ല തണുപ്പും കാറ്റും നല്ല കോടം മഞ്ഞും ഒക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച മോഡൽ തന്നെ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് കൊടുവള്ളി KRF നല്ല മഴ കേട്ടോ. നാസിൽ എങ്ങനെയുണ്ട്? വൈബ് സ്ഥലമാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ KRF മെയിൻ ബിൽഡിംഗ് ആട്ടോ ഇപ്പോഴുള്ള. അങ്ങനെ അതിൻ്റെ പുറത്തുകൂടി അങ്ങനെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഒരുപാട് പാർക്കിംഗ് ഏരിയയിലൊക്കെ നൈറയും റെനയും നാജിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു കാഴ്ചയാണ്. ചെറിയ ചാറ്റൽ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് നല്ല കാറ്റാ ഇവിടെ, എന്നാ പാറി പോട്ടെ നമ്മള്. അത്ര നല്ല കാറ്റാ, നല്ല തണുപ്പുണ്ട്. അങ്ങോട്ട് നോക്കി നാച്ചിയെ. അശ്രീപൊളി മല, എന്ത് ഭംഗിയാ കാണാന്. ഹായ്, എന്താ കാറ്റ്, ഭയങ്കര തണുപ്പാട്ടോ. എന്താ നല്ല തണുപ്പില്ലേ, കാറ്റും. ഇവിടെ നിന്നാ പാറി പോട്ടു. അങ്ങനെ ഞങ്ങൾ KRF ഒക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നെടുമല എന്ന സ്ഥലത്താണ് ഈ KRF സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇതല്ലാതെ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. കരുഞ്ഞി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഈ ഏരിയയിൽ. രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണുക. അതിനുശേഷം ഇങ്ങനെ KRF വന്നാൽ മതി കേട്ടോ. അപ്പോൾ KRF റൂം എടുത്ത് അതിനുശേഷം പുറത്തൊക്കെ നമുക്ക് പോയിട്ട് നാടുമൊക്കെ കണ്ടിട്ട്, അപ്പോൾ അതാ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്, അതുപോലെ മറ്റുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മഴയത്തുള്ള ഇങ്ങനെ ആ കൽപ്പടവുകൾ പോലത്തെ അങ്ങനെ പടികളൊക്കെ ഇങ്ങനെ റെനിയൊക്കെ. അപ്പോൾ അതാ ഇത് ഡോർമെട്രി ആട്ടോ. ഇവിടെ 20 ആൾക്ക് താമസിക്കുക. അതിൻ്റെ ഉള്ളിൽ 2 റൂമായിട്ടാണ്, 10ഉം 10ഉം. അപ്പോൾ എത്ര ആൾ വന്നാൽ 20 ആളുകൾ ഒരു കുടുംബമായിട്ട് വന്നിട്ടാണ് 20 ആൾക്ക് താമസിക്കാൻ അത്രയും സൗകര്യത്തോട് കൂടെയുള്ള ഒരു ഡോർമെട്രി ആട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ വലിയ അത്യാവശ്യം സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയൊരിതാണ്. അതുപോലെ അതിൻ്റെ കിച്ചണൊക്കെയാണ്, അവിടെ വെച്ച് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അടുത്തത് ഇവിടെ നാച്ചുറലായിട്ടൊരു ഗുഹ പോലത്തെ അങ്ങനെ വള്ളി ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ഗുഹ പോലത്തെ സ്ഥലത്തു കൂടിയാണ് നാജിലും റെനയും ഇങ്ങനെ കടന്നു പോവുകയാണ്. അവിടെ എത്തുമ്പോൾ നല്ല ഇരുട്ടാണ്. കുറച്ച് സമയത്ത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലം. അത് നേരെ ചെന്നെത്തുന്നത് വെച്ചാൽ കുട്ടികളുടെ പാർക്കിലേക്കാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മഴ നനഞ്ഞിരിക്കുന്ന എല്ലായിടത്തും ഇങ്ങനെ മഴ നനഞ്ഞ് നല്ല നല്ല എനിക്കെന്താ അറിയില്ല, വീണ്ടും ഞാൻ പറയുകയാണ്, മഴ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്തോ ഒരു വികാരമാണ്. എനിക്ക് അത്രയും പ്രണയം എന്താണെന്ന് വെച്ചാൽ മഴയോട് മാത്രമാണ്. അപ്പോൾ നാജിലും റെനയൊക്കെ അതിലിങ്ങനെ കയറി കളിക്കാണ്. മൂസിയും നൈറയൊക്കെ മുകളിൽ ഹട്ടിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ച ഉണ്ടാവും, ഒരുപാട് ഇങ്ങനെ മഴ ഉണ്ടാവും. ഇപ്പോഴും മഴ. അപ്പോൾ നൈറ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഞങ്ങളെ കാണാത്തത് കൊണ്ട്. അങ്ങനെ ഇതാണ് ഓപ്പൺ സ്റ്റേജ്. ഇവിടെ ഒരുപാട് ആളുകളെയൊക്കെ വെച്ചിട്ട് പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയൊരു ഓപ്പൺ സ്റ്റേജാട്ടോ. അപ്പോൾ അവിടെ നൈറ ഇരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നിങ്ങൾ കാണാണ്ടില്ല. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ സ്റ്റേജ് പോലെ ഒരു ഓപ്പൺ സ്റ്റേജായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതുപോലെ പുതിയ ബിൽഡിങ് വരുന്നുണ്ട് വീണ്ടും KRF റിസോർട്ടും കൺവെൻഷൻ സെൻറ്ററും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ബിൽഡിങ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾക്ക് വേണ്ടിയിട്ടാണല്ലോ, ഒരുപാട് കണ്ടില്ലേ. വീണ്ടും പ്രകൃതി നമ്മൾ മറ്റുള്ള എവിടെയോ കിലോമീറ്ററുകളോളം ഓടി പോകേണ്ടതിന് പകരം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രകൃതി, ഇത്രയും ഭംഗിയുള്ള ഒരു പ്രകൃതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച് നോക്കുക. അവിടെ പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയാണ്. അത്രയൊക്കെ ചാർജേ ഇതിലുള്ളൂ. അപ്പോൾ റൂമിലേക്ക് കയറിയപ്പോഴാണ് നൈറ അവിടെ അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു രംഗമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നൈറയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നൈറയും പിന്നെ ഞങ്ങൾ ഒരു റൂമും താഴെ ഒരു ഹട്ടിലും, അതുപോലെ താഴെ വീണ്ടും ഒരു ഹട്ടുണ്ട്. 3ഓളം ഹട്ടുകളും അതുപോലെ
20 ആൾക്ക് താമസിക്കാൻ പറ്റിയ ഡോർമെട്രി ഒക്കെ തന്നെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇനി പുതിയത് ഇനി ഒരുപാട് വരാനും ഉണ്ട്. അങ്ങനെ അടുത്ത റൂമിലേക്ക് നാജിലും റെനയും കയറുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ അവിടെ ജനലൊക്കെ തുറന്നപ്പോൾ കണ്ടില്ലേ അവിടെ ഭംഗിയപ്പോൾ അവിടെ ഒരു ഫാമിലി വന്നിട്ടുണ്ട് ഈ ഒരു വൈകുന്നേര കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേര കാഴ്ച എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് എന്താ പറയുക, നമ്മൾ പുറത്ത് ഞാൻ വീണ്ടും പറയാം, പുറത്ത് എവിടെ പോയതിനേക്കാളേറെ ഒരുപാടാണ്. ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ വീഡിയോ കണ്ടിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ 50% കിഴിവുണ്ടായിരിക്കും. അതുപോലെ നമ്മൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ സമ്മാനങ്ങൾ ഉറപ്പായിട്ട് നല്ല കമൻറ്റിന് ഏറ്റവും നല്ല കമൻറ്റ് തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ സമ്മാനങ്ങളൊക്കെ നൽകും. ഇത് ഡൈനിങ് ഹാളാണ് കേട്ടോ, KRFിൻ്റെ ഡൈനിങ് ഹാളാണ് മുകളിലുള്ള. ഇവിടെയൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ഈ ഡൈനിങ് ഹാൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ നാട്ടുകാരനെ അയൽവാസിയായിട്ടുള്ള മജീദ്ക്കാണ് അവിടെ ഉള്ളത്. പ്രകൃതി കണ്ടോ, ഒരു 6:30 സമയമായിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി കാഴ്ചകളുണ്ട്. ഞാൻ പ്രകൃതിയാണ് അവിടെ തന്നെ. പിന്നെ കോൺഫറൻസ് ഹാളിലേക്കൊന്ന് അവിടെ ഞങ്ങൾ ഒന്ന് വെറുതെ നോക്കാൻ പോയി. അവിടെ കാണാൻ വേണ്ടിയിട്ട് കോൺഫറൻസ് ഹാള് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ സെറ്റപ്പോടും കൂടെ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു സംഭവമാണ്. ഞാൻ ഇത്രത്തോളൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നെടുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് KRF എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ട്. എങ്കിലും ഞാൻ ഇത്രത്തോളൊന്നും ഞാൻ വിചാരിച്ചില്ല. വീണ്ടും ഞാൻ പ്രകൃതിയിലേക്ക് തന്നെ പോകണം. എനിക്ക് ഈ കാഴ്ചകളല്ലാതെ മഴയും ഇതുമല്ലാതെ എൻ്റെ ഇഷ്ടം പോലെ തന്നെയാണ് മജീദ്ക്കാക്ക് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ KRF റിസോർട്ടിൽ ഒരു പ്രാവശ്യം എങ്ങാനും വരാതിരിക്കരുത്, തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. ഭക്ഷണം എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ സാധാ ചോറ്, പൊതിച്ചോറ് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ സാധാ ചോറൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് നൈറയും റെനയും നാജിലും ഞാനും ഒക്കെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ പുറത്തുള്ള കാഴ്ചകൾ എടുക്കാറുണ്ട്. ചെറിയ ചാറ്റിൽ മഴ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. മഴ ഞാൻ എന്തായാലും പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് മഴയുള്ളൊരു ദിവസം മാത്രമേ ഞാൻ മക്കളോട് പറഞ്ഞു, മഴയുള്ള ദിവസമേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ തന്നെ മഴയുള്ളൊരു ദിവസം ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ KRF നല്ല അടിപൊളി ഇങ്ങനെ കണ്ടോ, വിദേശത്തൊക്കെ എവിടെയോ പോയ മോഡൽ. ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടോ. ഈ പ്രകൃതിൻ്റെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് സമയം വൈകിയാണ് അവിടെ എത്തിയത്, അതുകൊണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രെയർ ഹാളുകളൊക്കെ ആളുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് വന്ന കൊണ്ടില്ലേ വീണ്ടും ഞങ്ങളിങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ. ഇനിയിപ്പോൾ ഇവർക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. നല്ല തണുപ്പ് പറഞ്ഞാൽ ഐസ് പോലത്തെ തണുപ്പ്. നിങ്ങൾക്കറിയാലോ മഴ പെയ്യുന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ എത്ര കഴിയുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിയില്ല, നാജിലും റെനയും അതിലിറങ്ങിയ ആർമാദിക്കാണ്. അങ്ങനെ ആ കാഴ്ചകളാണ് കണ്ടുപോകുന്നത്. നല്ല ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുകയാണ്, KRFിൽ നിങ്ങൾ ഒരു ദിവസം വന്നിട്ട് താമസിച്ചില്ലെങ്കിൽ അത് നഷ്ടമായിരിക്കും. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പണം കുറച്ച് നൽകുക, 50% വരെ ഡിസ്കൗണ്ട് നിങ്ങൾ നൽകുന്നത്. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഇറപ്പിച്ചത്. ആളെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോയതെങ്കിൽ ആ മഴയാണ് മക്കളെ ഞാൻ വിചാരിച്ച എൻ്റെ പ്രണയം എന്ന് പറഞ്ഞതുപോലെ തന്നെ മഴ വന്നിരിക്കുകയാണ്. മഴ എന്ന് പറഞ്ഞാൽ കൊടും കാറ്റും മഴയും. ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിച്ചുള്ള ഉള്ളിൽ ഇങ്ങനെ കളിച്ചാണ്. എന്താ മഴ, ഞാനിങ്ങനെ ആഗ്രഹിക്കാൻ പറഞ്ഞല്ലോ, മഴ ആഗ്രഹിച്ച ഒരാൾക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വരദാനം പറയണ്ടില്ല. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് ഞങ്ങളെ റൂമിൽ പുറത്ത് ഞാൻ നോക്കിയപ്പോൾ ബാൽക്കണിയിൽ ഇരുന്ന് മഴ ആസ്വദിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് കട്ടൻ ചായ വേണമെന്നാണ് അവൾ പറയുന്നത്. ഇപ്പോൾ എവിടെ നിന്ന് മുകളിൽ പോയി ഇനി ഉണ്ടാക്കണോ. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. തണുപ്പ് പിടിച്ചിട്ടുണ്ട്. നല്ല തണുപ്പ് പിടിച്ചതിന് ശേഷം റെനി നാജിലും അവർ ഇതിൽ കടന്നു, ഞങ്ങൾ വേറെ ഇതായിട്ട്. അങ്ങനെ രാവിലത്തെ കട്ടൻ ചായ പ്രകൃതിയോട് അതുപോലെ കിളികളോടും ഒക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് കുടിക്കുന്ന രംഗാട്ടോ നാജിലും റെനിയാണോ കിളിക്കൂടോ കണ്ടിട്ട്. അങ്ങനെ ഈ കാഴ്ചയോടെ അവസാനിക്കാമേ.